ഡോക്ടർ, നമ്മളിപ്പോൾ ക്രിസ്ത്യൻ മതത്തിലെയും ഇസ്ലാം മതത്തിലെയും സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇനി അതേപോലെ തീർച്ചയായിട്ടും നോക്കേണ്ടതെന്നാണ് ഹിന്ദു മതത്തിലെ സ്ത്രീകളുടെ സ്ഥാനം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി പറയുന്നത്. അല്ല, ഇത് മറ്റു മതങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമല്ല ഹിന്ദുക്കളുടെ കാര്യം. ഹിന്ദു മതത്തിലും ഈ കാഴ്ചപ്പാട് തന്നെയാണ്. ഹിന്ദു മതത്തിലും ഇത് തന്നെ. ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത്, പെൺകുട്ടിയും ആൺകുട്ടിയും ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആൺകുട്ടിയുടെ ജനനത്തെ എന്താ പറയുക, വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു സമൂഹമാണ് ഇന്നും നിലനിൽക്കുന്നത്. അതായത് ഒരു മാതാവിൻ്റെ ഒരു മാതൃത്വം പോലും വിലമതിക്കപ്പെടുന്നത് ആൺകുട്ടി ജനിക്കുമ്പോഴാണെന്നൊരു കാഴ്ചപ്പാട് നിലനിൽക്കുന്നുണ്ട് ഹിന്ദു സമൂഹത്തിൽ. അപ്പോൾ ഇത്തരം ഒരു കാഴ്ചപ്പാട് ഇന്ന് നീണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ഹിന്ദുക്കളായി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീയായിട്ട് ജനിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടികളെ കൊല്ലുന്ന ഒരു പ്രവണത അത് അനാദികാലം മുതലേ നിലനിന്ന് പോരുന്ന കാര്യമാണത്. അപ്പം അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന പല പ്രദേശങ്ങളിലും ഈ പെൺകുട്ടികളുടെ ജനനം എന്ന് പറയുന്നത് അശുഭകരമാണ്. മാത്രമല്ല അവരുടെ എണ്ണവും വളരെ കുറവാണിരുന്നു. 2001 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്, അതായത് കേരളത്തിലെ ഈ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 1058ആണ്. 1000 പുരുഷന്മാർക്ക് 1058 സ്ത്രീകൾ എന്നുള്ളതാണ്. ഹരിയാനയിലേക്ക് ചെല്ലുമ്പോൾ അത് 861ആണ്. കാരണം എന്താണ് അവിടെ? അതായത് പെൺകുട്ടികളാണ് ജനിക്കുന്നതെന്ന് അറിഞ്ഞാൽ പെൺകുട്ടികളെ കൊന്നുകളയുന്ന പ്രവണത ആ നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ, അത് പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളുടെ ജനനം എന്ന് പറയുന്നത് അശുഭകരമായ ഒരു കാര്യമായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ഇന്നും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അധ്യയനം എന്നൊക്കെ പറയുന്നത്, അതുപോലും സ്ത്രീകളെ സംബന്ധിച്ച് ആവശ്യമില്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല സ്ത്രീകളെ കണക്കാക്കുന്ന ലൈംഗികമായിട്ടുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ തന്നെയാണ്. ബിപിൻ ചന്ദ്ര പറയുന്നുണ്ട്, ഈ പശ്ചിമ ബംഗാളോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പ്രദേശത്ത് 19ാം നൂറ്റാണ്ട് അവസാന ഘട്ടത്തിൽ 200ഓളം വരുന്ന ഭാര്യമാരുണ്ടായിരുന്നു. അതായത് 80 വയസ്സുള്ള ഒരു ബ്രാഹ്മണന് 200ഓളം ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഭാര്യയുടെ പ്രായം എന്ന് പറഞ്ഞ് വെറും 8 വയസ്സായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു മതത്തോടനുബന്ധിച്ച് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ്, ഒരു അവകാശമായിട്ടാണ് ആ വിഭാഗങ്ങൾ കണക്കാക്കുന്നത്. ബ്രാഹ്മണ മതത്തിന് മുന്നോട്ട് പറയുന്നുണ്ടല്ലോ, അതായത് അവർ പറയുന്നത് എന്താണ്? വെർജിനിറ്റിയോട് നിലനിൽക്കുന്നത്. അത് കന്യകയായിട്ടുള്ള ഒരു സ്ത്രീ മരിച്ചാൽ അവൾ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ലെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ലൈംഗികമായിട്ട് അവർ ഉപയോഗിക്കപ്പെടേണ്ടതുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ ബ്രാഹ്മണ സമൂഹം ഈ പറയുന്ന സംബന്ധം എന്ന് പറയുന്ന ഒരു രീതിയിലൂടെ അവരുടേതായിട്ടുള്ള ചെയ്തികൾ ഈ കേരള സമൂഹത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം അവർ പ്രാവർത്തികമാക്കിയെടുത്തത്. അപ്പോൾ ലൈംഗികമായിട്ടുണ്ടാകുന്ന ഒരു ഉപകരണം എന്ന രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിലും പുരുഷന്മാർ സ്ത്രീകളെ കണക്കാക്കിയിട്ടുള്ളത്. മാത്രമല്ല നമുക്കറിയാം, ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു പ്രധാന ഗ്രന്ഥം എന്ന് പറയുന്നത് മനുസ്മൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട്, അതിൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് സ്ത്രീകളെ ചിത്രീകരിച്ചിരിക്കുന്നത്. 8ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്ത്രീ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പുരുഷൻ്റെ ഭംഗിയെയും അവൻ്റെ സ്വഭാവത്തെയും ഒരിക്കലും കണക്കാക്കാറില്ലെന്നാണ് പറയുന്നത്. ഇതൊരു പുരുഷനാണ് എന്ന രീതിയിൽ അത് മാത്രം പരിഗണിച്ചുകൊണ്ട് വിരൂപനും സുന്ദരനും ഒരുപോലെ കീഴ്പ്പെടുന്നവളാണ് സ്ത്രീകൾ എന്നാണ് മനുസ്മൃതി പറയുന്നത്. ആ മനുസ്മൃതിയിൽ തന്നെ പറയുന്നുണ്ട്, ഈ സ്ത്രീകൾ എന്ന് പറയുന്ന അവരുടെ വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുന്നത് 30 വയസ്സുള്ള ഒരു പുരുഷൻ 12 വയസ്സുള്ള കന്യകയെയും 24 വയസ്സുള്ള പുരുഷൻ 8 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പറയുമ്പോൾ ബാലവിവാഹമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ലൈംഗികമായ ഒരു ഉപകരണമായിട്ട് തന്നെയാണ് ഹിന്ദുമതവും കണക്കാക്കുന്നത്. നമുക്കറിയാം, വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പടുകിളവന്മാരായിട്ടുള്ള ഭർത്താക്കന്മാർ ഒരു ടൈം കഴിയുമ്പോൾ അവർ മരണപ്പെടും എന്നുള്ളൊരു ബോധം നമുക്ക് ഏവർക്കുമുണ്ട്. പക്ഷേ ഹിന്ദു സമൂഹത്തിൽ ആ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ, അതായത് വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ പോലും പുനർവിവാഹം നിഷിദ്ധമായിരുന്നു. ആ നിഷിദ്ധമായത് കൊണ്ട് തന്നെ അവരെന്താ ചെയ്യേണ്ടത്? ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതായിരുന്നു സതി എന്ന് പറയുന്നത്. സതി എന്ന് പറയുന്നത് മതപരമായ ഒരു ആചാരമാണെന്ന് പറയുമ്പോഴും അത് പുരുഷൻ്റെതായിട്ടുള്ള വൈകൃതങ്ങൾ തന്നെയാണ്. കാരണം എൻ്റെ ഭാര്യ മറ്റൊരാളോടൊപ്പം ഇനി ശയിക്കേണ്ടതില്ല എന്നുള്ള പുരുഷൻ്റെ ഒരു മോഹമുണ്ടല്ലോ, അത് തന്നെയാണ് സതിയിലേക്ക് എത്തുന്നത്. ഒരിക്കലും പുരുഷന്മാരൊരിക്കലും ഭാര്യമാർ മരിച്ചാൽ സതി അനുഷ്ഠിക്കേണ്ട ഒരു കാര്യത്തിലെത്തുന്നില്ല. അപ്പോൾ സതി അനുഷ്ഠിക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്ന സ്ത്രീകളോട് ബന്ധപ്പെട്ടായിരുന്നു ഈ സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും സ്ത്രീകളോടനുബന്ധിച്ചുണ്ടാകുന്ന അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പുരുഷന്മാർ അവരുടേതായിട്ടുള്ള ഒരു അപ്രമാദിത്വം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ക്ഷേത്രാരാധനയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ആ ക്ഷേത്രാരാധനയിൽ പോലും, അതായത് ഹിന്ദു സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ആരാധനയോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് മതത്തിൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ആ വിശ്വാസത്തിൽ പോലും ദേവദാസി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നതിലാണ് ഇന്ത്യയിലുടനീളം ഈ പറയുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വേശ്യവൃത്തി എന്ന് പറയുന്ന ഒരു ഘടകത്തിൽ രൂപപ്പെടുന്നത്. അപ്പോൾ ആരാധന രീതിയെ പോലും അവരുടേതായിട്ടുള്ള ലൈംഗിക വേശ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു തലത്തിലേക്ക് എത്തിക്കാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, സ്ത്രീകൾ എന്ന് പറയുന്ന ഈ രീതിയിലാകുമ്പോൾ പോലും അവർ മാറ്റി നിർത്തേണ്ടതാണ് ഒരു ചിന്താഗതിക്ക് അടിമകളാണ് ഈ പുരുഷ സമൂഹം. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ പോലും സ്ത്രീകളെ എല്ലാ കാലത്തും മാറ്റി നിർത്തുന്ന ഒരു സമൂഹം തന്നെയാണ് ഈ വിഭാഗം. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആരാധനയോടനുബന്ധിച്ചുണ്ടാകുന്ന പല മേഖലകളിലും ഇന്നും സ്ത്രീകൾക്ക് സാന്നിധ്യമില്ല. ശബരിമല എന്ന് പറയുന്നത് നമുക്കറിയാം, ശബരിമലയുടെ പ്രദേശങ്ങളുടെ പരിസരത്ത് പോലും സ്ത്രീകൾക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല.
അതായത് ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരു സ്ത്രീകൾക്കും അവിടെ കടന്നു ചെല്ലാൻ പറ്റില്ല. കണ്ണൂരിലെ രാജേശ്വരി ക്ഷേത്രത്തിൽ 8 മണിക്ക് ക്ഷേത്രം മാത്രമേ സ്ത്രീകൾക്ക് കടന്നു ചെല്ലാൻ പറ്റൂ. അതുപോലെ തന്നെ നമുക്കറിയാം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. തിരുവനന്തപുരത്തോട് ബന്ധപ്പെട്ട് വരുന്ന മലയൻകീഴിലുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ 4 കെട്ടിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വിഭാഗം തന്നെയായിട്ടാണ് ഹിന്ദു സമൂഹം കണക്കാക്കി പോരുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാടുകളോട് അനുഭവിച്ചു പോകുന്ന ഒരു വിഭാഗം ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് ജന്മന അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം സമൂഹത്തിന് ആവശ്യമില്ല എന്നൊരു ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, അതായത് ജനിക്കുന്നതിന് മുന്നേ തന്നെ പെൺകുട്ടികളെ കൊന്നുകളയാണ്. അതായത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാനുള്ള കാര്യങ്ങൾ നമുക്ക് സാധ്യമാണ്. അപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ പെൺകുട്ടികളാണെന്ന് അറിഞ്ഞ് കൊല്ലുന്ന ഒരു പ്രവണത ഇന്നും ഇന്ത്യയിൽ സുലഭമാണ്, അല്ലെങ്കിൽ പ്രബലമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ മതവിശ്വാസികൾ തന്നെയാണ്. മതവിശ്വാസികളെ സംബന്ധിച്ച് സ്ത്രീകളോടനുബന്ധിച്ചുണ്ടാകുന്ന ഇത്തരം ചെയ്തികൾ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുമ്പോൾ, അവരെ അടിമകളായിട്ട് മാറ്റി നിർത്തുമ്പോൾ, അവരൊരു താഴ്ന്ന തട്ടിലുള്ള വിഭാഗമാണെന്നുള്ള രീതിയിൽ പരിഗണിക്കുമ്പോൾ അതൊരിക്കലും തെറ്റായിട്ട് ഒരു വിഭാഗവും പറയുന്നില്ല. അങ്ങനെ ഒരു വിഭാഗം കണക്കാക്കുന്നില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന സ്ത്രീകൾ തന്നെയാണ്. അതായത് കൃഷിയോടനുബന്ധിച്ചുണ്ടാകുന്ന വിഭാഗങ്ങളാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത്. ആ കൃഷിയോടനുബന്ധിച്ചുണ്ടാകുന്ന സമൂഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, കൃഷി എന്ന് പറയുന്നത് ഉൽപ്പാദനമാണ്. ആ മാതൃകയിലാണ് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ചിന്താഗതിയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം ഉണ്ടാകുമ്പോൾ സ്ത്രീകളുടെ പ്രാധാന്യം കുറയുകയാണ്. ഇവിടെയാണ് സ്ത്രീകൾ ഒരു ഘടകമല്ല അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല എന്ന രീതിയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീയോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ജനനം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ജനനത്തെ അശുഭകരമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഏതൊരു മതത്തിലെയും പുരുഷന്മാർ കണക്കാക്കുന്നത് പോലെ ഹിന്ദു മതവിശ്വാസികളും കണക്കാക്കുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്.